വളരെ ചെറിയ ഫ്ലെയിമിൽ വളരെ പതുക്കെ കുക്ക് ചെയ്തിട്ടാണ് വളരെ ടെൻഡറും ജ്യൂസിയുമായിട്ടുള്ള ബ്രേസ് പോർക്ക് റിബ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രേസ് പോർക്ക് റിബ്സിൻ്റെ റെസിപ്പി കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ബ്രേസ്ഡ് പോർക്ക് റിബ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പാനിലേക്ക് കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഏത് ഓയിലും ഉപയോഗിക്കാം. ചൂടായ പാനിലേക്ക് നമുക്ക് പോർക്ക് റിബ്സ് ആണ്. പോർക്ക് റിബ്സ് ഓരോന്നും ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്തേക്കുക. ഒരു റിബിനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇത് 1/2 കിലോ റിബ്സ് ആണ്. ഇതിലേക്ക് കുറച്ച് ഉപ്പൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒരുപാട് സോസ് ചേർക്കുന്ന പ്രിപ്പറേഷനാണ്, അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അതേപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ മീഡിയം ഹൈ ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഇതേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ ടേൺ ചെയ്യാം. അടുത്ത സൈഡ് ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആണ്. ഈ സമയം കൊണ്ട് നമുക്ക് സോസ് എല്ലാം കൂടെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഈ സൈഡിലും കൂടെ നമുക്ക് സോൾട്ടും പെപ്പറും കൊടുക്കണം. ഇത് ഗോൾഡൻ ബ്രൗൺ ആകുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് സോസുകളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാം. ഡാർക്ക് സോയ സോസ് 1.5 ടീസ്പൂൺ, 1 ടീസ്പൂൺ ലൈറ്റ് സോയ സോസ്, അതുപോലെ ഓയിസ്റ്റർ സോസ് 1 ടീസ്പൂൺ. ഞാൻ ഇവിടെ ഇച്ചിരി ക്യുമിൻ പൗഡർ ചേർക്കുന്നുണ്ട്, ഒരു 1/4 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, ചില്ലി ഫ്ലേക്സ് എരിവ് കണക്കാക്കി ഇടാം. ഞാനൊരു 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തു. അതേപോലെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ യൂസ് ചെയ്യാം. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചുണ്ട്. ഇത് 6 അല്ലി വെളുത്തുള്ളി ഉണ്ടാവും, അതുകൂടി ഇതിനകത്തേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ തന്നെ ഇഞ്ചി, അതേപോലെ 1 ടീസ്പൂൺ ബ്രൗൺ ഷുഗർ. അപ്പം നമുക്ക് മധുരവും കിട്ടും, മാത്രമല്ല നല്ലൊരു കാരമൽ കളറും കിട്ടും ഗ്രേവിക്ക്. ഇനി പുളിക്ക് നമുക്ക് കുറച്ച് വിനീഗർ, റൈസ് വിനീഗറാണ്, 1 ടീസ്പൂൺ റൈസ് വിനീഗർ ചേർക്കാം. മീറ്റ് ഒന്ന് സൈഡിലേക്ക് വെച്ചിട്ട് സോസസ് എല്ലാം കൂടെ സൈഡിലേക്ക് ഇടും. എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുക. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഞാൻ ഉപയോഗിച്ചേക്കുന്നത് അധികം എരിവില്ലാത്ത മുളകിൻ്റെ ചില്ലി ഫ്ലേക്സാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ എരിവ് ഉണ്ടാകത്തില്ല. നമ്മുടെ മീറ്റിനെ ഒന്ന് ടെൻഡർ ആക്കാൻ കൂടിയിട്ടാണ് നമ്മൾ റൈസ് വൈൻ, 1/4 കപ്പ് റൈസ് വൈൻ ചേർക്കാം. റൈസ് വൈൻ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ അതിന് പകരം സ്റ്റോക്കോ വെള്ളമോ ചേർക്കാം. ഇപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് കിടക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുക്ക് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അല്ലെങ്കിൽ സ്റ്റോക്ക് ചേർക്കാം. അപ്പോൾ സ്റ്റോക്ക് ഇല്ല എങ്കിൽ വെള്ളം ചേർക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ചിക്കൻ സ്റ്റോക്കാണ്. കുറച്ച് സമയം എടുക്കും കുക്കാവാൻ, അതുകൊണ്ട് തന്നെ 2 കപ്പ് സ്റ്റോക്ക് ഒഴിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമ്മൾ പാനി വെച്ച് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ, തീ കുറച്ച് ലോ ഫ്ലെയിമിൽ, നല്ലൊരു തിള വന്നു കഴിയുമ്പോൾ തീ കുറച്ച് ലോ ഫ്ലെയിമിൽ ഒരു 1 to 1.5 hours കുക്ക് ചെയ്യും. അപ്പോൾ സ്റ്റോക്ക് ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം. കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഈ പോക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവണം. ആ ബോണിൽ നിന്ന് ഇറച്ചി വിട്ട് വരുന്നൊരു പരുവം വരെ കുക്ക് ചെയ്യുക. ഏകദേശം ഒരു 1 തൊട്ട് 1.5 മണിക്കൂർ വരെ സമയമെടുക്കും.
അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഏകദേശം 1.5 മണിക്കൂറോളം കുക്ക് ചെയ്തു. ഗ്രേവി എല്ലാം പറ്റി. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. ഇടയ്ക്ക് നിങ്ങൾ ഗ്രേവി കുറവാണെങ്കിൽ കുറച്ചുകൂടെ സ്റ്റോക്കോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എപ്പോഴും കുക്കിംഗ് ടൈം എപ്പോഴും ഇച്ചിരി വ്യത്യാസം വരാം. നമ്മുടെ മീറ്റിൻ്റെ ക്വാളിറ്റിയൊക്കെ അനുസരിച്ച് ഇച്ചിരി വ്യത്യാസം വരാം. എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുക സോഫ്റ്റ് ആയെന്നുള്ളത്. അപ്പോൾ ഇതിന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എക്സ്ട്രാ പെപ്പറോ സോൾട്ടോ ഒക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ചേർക്കുക. അപ്പോൾ ഇവിടെ സോൾട്ടും പെപ്പറും എല്ലാം പാകത്തിനുണ്ട്. കുറച്ച് സ്പ്രിംഗ് അണിയൻസ് കൂടെ ചേർക്കാം. എടുക്കാറായി. നല്ല ബോയിൽഡ് നൂഡിൽസിൻ്റെ കൂടെ അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. പ്ലെയിൻ റൈസിൻ്റെ കൂടെ ഒക്കെ നല്ലതാണ്. സെർവിങ് ബോളിലേക്ക് നമുക്ക് മാറ്റാം. അപ്പോൾ പോർക്ക് ആയതുകൊണ്ട് തന്നെ ഓയിലുണ്ടാവും. അപ്പോൾ എപ്പോഴും ഒന്ന് സെർവ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം ഒന്ന് ചരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓയിലെല്ലാം സൈഡിലേക്ക് പോയിട്ട് നമുക്ക് പോക്ക് തന്നെയായിട്ട് എടുക്കാം. ബ്രേസ്ഡ് പോക്കിൻ്റെ കളറ് കണ്ട നല്ല കാരമലായി, നല്ല ടേസ്റ്റിയാണ്, നല്ല ജ്യൂസിയാണ്. അപ്പോൾ നമ്മുടെ ബ്രേസ്ഡ് പോക്ക് റിബ്സ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടി. നമ്മൾ ബോണേന്നൊരു വിട്ട് വരുന്നൊരു വരും. ഇത് കണ്ടോ? അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ സെയിം ടൈമൊക്കെ ഫോളോ ചെയ്ത് ടിപ്സ് ഫോളോ ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാം. ഇത് നമുക്ക് സെർവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മാഷ് പൊട്ടറ്റോയുടെ നല്ലതാണ്, അല്ലെങ്കിൽ പ്ലെയിൻ നൂഡിൽസിൻ്റെ കൂടെ, സ്റ്റീംഡ് ബോയിൽഡ് നൂഡിൽസിൻ്റെ കൂടെ, റൈസിൻ്റെ കൂടെ, പ്ലെയിൻ റൈസിൻ്റെ കൂടെ ഒക്കെ നല്ല ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.